2024 നീറ്റ് റിസൾട്ട് എല്ലാം പ്രഖ്യാപിച്ചു. ഈ 6-ാം തീയതി കൗൺസിലിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായത് മാറ്റിവെച്ചു. 8-ാം തീയതി കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരിക്കും ഇനി അതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ഏതൊക്കെ കോളേജുകളിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക, ഇതിനൊരു 8ഓളം സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനൊക്കെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനും. സോ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയായിട്ട് ഒരുപാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഡീംഡ് മെഡിക്കൽ കോളേജുകളും എല്ലാം ഉണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജൊക്കെ പോലെ, അൽ-അസ്ഹർ, ജൂബിലി മിഷൻ, MES ഒക്കെ പോലെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട്. എന്താണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും, അതായത് കേരളത്തിലാവട്ടെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, ഫോർ എക്സാമ്പിൾ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെൻറ് കോളേജുകളിലെ 15% സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും സീറ്റുകളിലേക്ക് അവിടുത്തെ 15% സീറ്റ് എല്ലാ സംസ്ഥാനക്കാർക്കും റിസർവ്ഡ് ആണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 സീറ്റിന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ 85 സീറ്റ് കേരളക്കാർക്ക് പഠിക്കാൻ പറ്റും. ബാക്കി 15 സീറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ കേരളക്കാരാണ് അപേക്ഷിച്ചിട്ട് കൂടുതൽ മാർക്കുകൾ അവർക്ക് ലഭിക്കും. വേറെ ഏതെങ്കിലും സംസ്ഥാനക്കാരാണെങ്കിൽ അവർക്ക് അവിടെ പഠിക്കാം. ഇതുപോലെ നിങ്ങൾക്കും വേറെ ഏതൊരു സംസ്ഥാനത്തെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇതിലേക്ക് മാത്രമാണ് അല്ല, എയിംസ്, ജിപ്മർ തുടങ്ങിയിട്ടുള്ള എയിംസിൻ്റെ 20 കോളേജുകളും ജിപ്മറിൻ്റെ 2 കോളേജുകളിലേക്കുള്ള 100% സീറ്റ് ഇതുവഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റ്, ESIയിലെ 15% സീറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനാണ്. അതുകൂടാതെ AFMCയിൽ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകളും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള 100% സീറ്റുകൾ, ഇപ്പോൾ ലൈക്ക് അമൃത മെഡിക്കൽ കോളേജ്, മണിപ്പാൽ ഒക്കെ പോലുള്ള കോളേജുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇതുവഴിയാണ്. അവിടെ താരതമ്യേന ഫീസ് വളരെ കൂടുതലായിരിക്കണം. ഒരു 80 ലക്ഷം മുതലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക 5 വർഷത്തേക്ക്. അപ്പം ഇതും കൂടെ അപേക്ഷിക്കേണ്ടതും ഇതേ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ്. 4 റൗണ്ടുകളായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. റൗണ്ട് 1 നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കോളേജ് വേണോ അത്രയും കോളേജ് സെലക്ട് ചെയ്യാം. ആ റൗണ്ട് 1 നിങ്ങൾക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കാം. പിന്നെ റൗണ്ട് 2 വീണ്ടും നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, വീണ്ടും ചോയ്സ് ഫില്ലിംഗ് നടത്തണം. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്ത ആളും വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല, വീണ്ടും ചോയ്സ് ഫില്ലിംഗ് നടത്തണം. റൗണ്ട് 3 വീണ്ടും ഇതേപോലെ ചോയ്സ് ഫില്ലിംഗ് നടത്തുകയും പിന്നീട് റൗണ്ട് 3 കഴിഞ്ഞാൽ ഫൈനൽ സ്ട്രേ വേക്കൻസിയാണ്. അതുവരെ കിട്ടാത്ത ആളുകൾക്ക് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ആ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇതേപോലെ പ്രോസസ്സിംഗ് ആണ്. ഇങ്ങനെയുള്ള 4 പ്രോസസ്സിംഗ് ആണ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടാവുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബേസിക് ആയിട്ടുള്ള ആ 8 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിലീസിംഗ് ഓഫ് സീറ്റ് മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഒരു സീറ്റ് മെട്രിക്സ് MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതായത് ഈ 15% സീറ്റുകളിൽ ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ കോളേജുകളിൽ ഓരോ കാറ്റഗറി വൈസ് എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത് പബ്ലിഷ് ചെയ്യുന്നതാണ് സീറ്റ് മെട്രിക്സ് എന്ന് പറയാം. സെക്കൻഡ്, രജിസ്ട്രേഷൻ ആരംഭിക്കും. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ സംസ്ഥാനത്തെ ഏതൊക്കെ കോളേജുകളാണോ മുൻഗണനാ ക്രമത്തിൽ വേണ്ടത് ആ കോളേജുകൾ, അല്ലെങ്കിൽ എയിംസ്, ജിപ്മറൊക്കെ പോലുള്ള കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത്തരം കോളേജുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ് പ്രകാരം നിങ്ങൾക്ക് ഫസ്റ്റ് ഏതാണോ വേണ്ടത് അതേ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിലേക്കും ഓരോ തവണ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, കേരളത്തിലെ പോലെയല്ല. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ചോയ്സ് ലോക്കിംഗ് ആണ്. നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചോയ്സ് ലോക്കിങ്ങിന് ഓപ്ഷൻസ് വരും. ആ സമയത്ത് ചോയ്സ് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ചോയ്സ് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക്ഡ് ആവുന്നതാണ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ബൈ യൂണിവേഴ്സിറ്റീസ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് സീറ്റ് അലോട്ട്മെൻറ്റ്. ഓരോ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ഡീറ്റെയിൽസുകൾ വെരിഫൈ ചെയ്തിട്ട് സീറ്റ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ്. അതിനുശേഷം 6ാമത്തെ സ്റ്റെപ്പിൽ
സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിയോ ഇല്ല അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയും. 7ാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. ഏത് കോളേജിലാണ് കിട്ടിയത്, നിങ്ങളവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് 7ാമത്തെ സ്റ്റെപ്പ്. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്പോർട്ടാണ്. നിങ്ങൾ എവിടെയാണോ കോളേജ് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു ഫീസ് അടച്ച് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള 8 സ്റ്റെപ്പിലൂടെയാണ് ഇനിയുള്ള കാര്യങ്ങൾ നടക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഒരു നീറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചോയ്സ് ഫില്ലിങ്ങിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഞങ്ങളുടെ എക്സ്പേർട്ടുകളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.